ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഗ്രൂപ്പിൽ സംസാരിക്കാനൊക്കെ കുറച്ച് ഞാൻ പിറകോട്ടാണ്. ആൾക്കാരായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇൻട്രാക്ട് ചെയ്യാൻ കുറച്ച് ബാക്കോട്ടാണ്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് എനിക്കൊരു ജോബ് എന്ന് പറയുന്നത് ഒരു എക്സാം പഠിച്ചെഴുതുന്ന ഒരു മൈൻഡാണ് എന്ന് തോന്നി. ശരിക്കും സാറ് പറഞ്ഞത് തന്നെ ആദ്യത്തെ ടീച്ചേഴ്സിനോട് ഇൻട്രാക്ട് ചെയ്യാത്തതിൻ്റെ ഒരു തെറ്റാണ് നമ്മൾ ഫേസ് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലേ. ആക്ച്വലി ഈ പഠിക്കുന്ന സമയത്ത് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. ആക്ച്വലി ഫ്രണ്ട്സ് ഫാമിലിയുടെ കൂടെ ഇൻട്രാക്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ പഠിക്കുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ അവോയ്ഡ് ചെയ്യേണ്ടി വന്നത് ഫ്രണ്ട്സിനും ഫാമിലിനെയാണ്. അതിലെ സീസൺ ഇപ്പം ഇൻകം ടാക്സ് ഓഫീസ് ഫ്രണ്ട് പോസ്റ്റിലേക്കാണ് സെലക്ട് ആയിരിക്കുന്നത്. ഇൻകം ടാക്സ് പോലത്തെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, അതും കേരളത്തിൽ ടോട്ടൽ 149 വേക്കൻസീസ്. അതിലൊരാളാണ്. ഹലോ എവരി വൺ, വൺസ് അഗെയിൻ ടീമേറ്റ്സിൻ്റെ അച്ചീവേഴ്സ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ സ്റ്റോറിയിലും നമ്മൾ ഓരോ ഡിഫറെൻറ്റ് അച്ചീവേഴ്സിനെ അല്ലെങ്കിൽ അവരുടെ കഥകളെയാണ് കൊണ്ടുവരാറുള്ളത്. ഇപ്രാവശ്യം എനിക്ക് പറയാനുള്ളത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പം നമ്മൾ ഒരുപാട് കുട്ടികളെ നമ്മൾ കാണാറുണ്ട്, അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാറുണ്ട്, അവർ നമ്മളോട് ഇൻട്രാക്ട് ചെയ്യാറുണ്ട്, കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷേ എങ്കിലും ചില ആൾക്കാർ നമുക്ക് പിടിതരാത്ത കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. ലൈക്ക് അങ്ങനെ നമ്മളോട് ഇൻട്രാക്റ്റീവ് അല്ല. അപ്പം അവർക്ക് നമ്മളോട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല, എങ്കിലും നമ്മുടെ അങ്ങനെ മിങ്കിൾ ചെയ്യാനോ അല്ലെങ്കിൽ പൊതുവേ ഫ്രണ്ട് സർക്കിളിലോ ഒന്നും കാണാതെ ലാബിലും ലൈബ്രറിയിലും കുറച്ച് സീരിയസ് ആയിട്ട് പഠിക്കുന്ന നമ്മുടെ ഉള്ളിലേക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. ലൈക്ക് ഇവന് ശരിക്കും പഠിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവന് ജോലി കിട്ടുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു ക്യാരക്ടറിനെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. മോഹൻലാൽ ചിരിച്ചാൽ ലൈറ്റ് ഹൗസ് ആണെന്ന് ഇന്ത്യൻ ഫിലിം ലെജൻഡ് കമൽഹാസൻ പറഞ്ഞതുപോലെ ആദിൽ അസീസ് ചിരിച്ചു കഴിഞ്ഞാൽ അതൊരു ലൈറ്റ് ഹൗസ് ആണ്. സോ ഐ വിൽ ഇൻട്രൊഡ്യൂസ് ആദിൽ അസീസ് ടു ദ അച്ചീവേഴ്സ് ടോക്ക്. ആദിൽ അസീസ്, വെൽക്കം. താങ്ക് യു സർ. എന്തൊക്കെയാണ് വിശേഷം? നല്ല തന്നെ. ഞാൻ കുറേ ഇൻട്രൊഡക്ഷൻ കൊടുത്തു, നീ കേട്ടിരുന്നോ? അതൊക്കെ ശരിയാണോ? ശരിയാണോന്ന് വെച്ചാൽ പറയാം. ഇങ്ങനെ പൊതുവെ ചിരിക്കാത്തൊരു ക്യാരക്ടറാണ്, സീരിയസ് ആസ്പിരൻ്റ് ആണ്. സന്ദേശം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ. അതായത് പൊതുവെ മറ്റുള്ളവരോട് ഇൻട്രാക്ട് ചെയ്യാനല്ലേ പരിചയപ്പെടാൻ കുറച്ച് ബാക്കോട്ടുള്ള ആളാണ്. പക്ഷേ ഫ്രണ്ട്സൊക്കെ പറയാറെന്താ വെച്ചാൽ ആദ്യം തന്നെ കാണുമ്പം ആളൊരു ഭയങ്കര മുരടനാണ്, പരിചയപ്പെടാനേ തോന്നൂല. പക്ഷെ പരിചയമായി കഴിഞ്ഞാൽ ഇത്രയും കമ്പനി ആയിട്ടുള്ള ഒരാളില്ല എന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും അങ്ങനെ അല്ല, അണ്ടർസ്റ്റാൻഡ് അല്ല, അതുള്ളത് തന്നെയാണ്. കുറച്ച് ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടറാണ് എൻ്റെത്. ആൾക്കാരുമായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോയി മിങ്കിൾ ചെയ്യാനുള്ളൊരു മടിയുണ്ട്. അത് തന്നെയാണ് സാറും പറയാറ് പൊതുവെ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരുപാട് കുട്ടികൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൽ ചില അച്ചീവേഴ്സിൻ്റെത് നമുക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നും. ഇപ്പം ലൈക്ക് ആദിലിൻ്റെത്, ആദിൽ ഇവന് കിട്ടി, ഇവൻ പഠിക്കുന്നത് ശരിക്കും പഠിച്ചു തന്നെയാണല്ലേ എന്നുള്ളൊരു സാധനം നമ്മളുള്ളിൽ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സർപ്രൈസിങ് ആണ് ഞാൻ ആദ്യം ഷെയർ ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ് SSCയിലേക്ക് കടന്നു വരുന്നത്? ആ ഒരു ജേണി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? എനിക്ക് ചെറുപ്പം തൊട്ടേ മാത്സിനോട് നല്ല താല്പര്യമായിരുന്നു. അതായത് സ്കൂൾ പഠിക്കുന്ന കാലത്ത് തന്നെ മാത്സിൽ അത്യാവശ്യം നല്ല സ്കില്ലുണ്ട് എന്നൊക്കെ ടീച്ചേഴ്സും ഫ്രണ്ട്സും ഒക്കെ തമാശ പോലെ പറയാറുണ്ട്. സ്കൂളിലൊക്കെ പഠിക്കാൻ അത്യാവശ്യം മുന്നോട്ടാണെങ്കിൽ കൂടി അത്ര ടോപ്പ് സ്കോറിലൊന്നും കാണാറില്ല. പിന്നെ എൻജിനീയറിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് 1-2 ആപ്റ്റിറ്റ്യൂഡ് എക്സാമുകൾ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു സുഖം തോന്നിയത്, ഐ മീൻ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഗ്രൂപ്പിൽ സംസാരിക്കാനൊക്കെ കുറച്ച് ഞാൻ പിറകോട്ടാണ്. ആൾക്കാരായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇൻട്രാക്ട് ചെയ്യാൻ കുറച്ച് ബാക്കോട്ടാണ്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് എനിക്കൊരു ജോബ് എന്ന് പറയുന്നത് ഒരു എക്സാം പഠിച്ചെഴുതുന്ന ഒരു മൈൻഡാണ് എന്ന് തോന്നി. അപ്പം അങ്ങനെ ഞാൻ ഫസ്റ്റ് അപ്രോച്ച് ചെയ്തതാണ് SSC. അപ്പം 22-ലാണ് ഇവിടെ ടീമേറ്റ്സിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പം അന്ന് ഞാൻ ശരിക്കും സീരിയസ് അല്ലായിരുന്നു. ഇതെനിക്ക് പറ്റിയതാണോ എന്നൊരു എക്സ്പെരിമെൻ്റ് പോലെ അങ്ങനെ വന്നു, ജോയിൻ ചെയ്തു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ Tier 1 ക്വാളിഫൈ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈസിയാണ്, Tier 1 എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മേ ബി അതും കിട്ടും, അടുത്തതും കിട്ടും എന്നുള്ള രീതിയിൽ തന്നെ പഠിച്ച് എഴുതി. പക്ഷേ മിസ്സായിപ്പോയി. Tier 2 മിസ്സായി. അത് 0.5 മാർക്കിനാണ് മിസ്സായത്. അപ്പോൾ സംഭവം വിഷമമുണ്ടായിരുന്നു. പക്ഷേ അത്ര സീരിയസ് അല്ലാത്തതുകൊണ്ട് എനിക്കതൊരു വലിയ വിഷമമായിട്ട് തോന്നിയില്ല. സോ ഒന്നുകൂടി ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാം എന്ന് നോക്കി. പക്ഷേ അടുത്ത അറ്റംപ്റ്റിൽ കുറച്ച് സ്വന്തമൊക്കെ ചെയ്യാമെന്നുള്ളൊരു മൈൻഡായിരുന്നു. അപ്പം കോച്ചിങ്ങിനൊന്നും വരുന്നില്ല, സ്വന്തമൊക്കെ വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പറേഷൻ. ഇടയ്ക്ക് ലൈബ്രറിയിൽ സ്റ്റഡി ചെയ്യാനായിട്ട് വന്നിരിക്കും, മോക്ക് ചെയ്യാറുണ്ട് ഇവിടുന്ന്. പക്ഷേ പഠിത്തം മെയിനായിട്ട് സ്വന്തമൊക്കെ തന്നെ പ്രിപ്പയർ ചെയ്യുക, ആരെയും ഗൈഡൻസ് ഒന്നുമില്ലാതെ പഠിച്ചു. പക്ഷേ അവിടെ കുറച്ചൊന്ന് പിറകോട്ടായിപ്പോയി. കാരണം ഈ എക്സാം പാറ്റേണിൽ വരുന്ന ചേഞ്ച് അല്ലെങ്കിൽ എന്ത് പഠിക്കണം എന്നൊരു ഐഡിയ അല്ലായിരുന്നു. ജസ്റ്റ് സിലബസിനനുസരിച്ച് പഠിക്കുക എന്നല്ലാതെ ഈ എക്സാമിന് ഓറിയൻറ്റഡ് ആയിട്ട് എന്താണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ അല്ല.
അതുകൊണ്ട് തന്നെ അടുത്ത അറ്റംപ്റ്റ് ടയർ 1 ക്വാളിഫൈ ചെയ്തു, ടയർ 2 കിട്ടിയില്ല. വീണ്ടും പോയി. അപ്പോൾ അതാ കൊല്ലത്തെ ഒരു ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ആയിട്ട് തോന്നുന്നുണ്ട്. ബിഗസ്റ്റ് റിഗ്രറ്റ് ആണ്. അതായത് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എനിക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. ഒന്ന് ശരിക്കൊന്ന് സാറ് പറഞ്ഞത് തന്നെ ആദ്യത്തെ ടീച്ചേഴ്സിനോട് ഇൻട്രാക്ട് ചെയ്യാത്തതിൻ്റെ ഒരു തെറ്റാണ് നമ്മൾ ഫേസ് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലേ. പിന്നെ തേർഡ് അറ്റംപ്റ്റും ഓൾമോസ്റ്റ് അതുപോലെ തന്നെയായിരുന്നു. പക്ഷേ തേർഡ് അറ്റംപ്റ്റിൽ എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്. കാരണം പ്രിപ്പറേഷനൊക്കെ നല്ല രീതിയിൽ പോയി. ഞാൻ മാത്സിൽ സ്ട്രോങ് ആയതുകൊണ്ട് മാത്സ് തന്നെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തു. വീക്കായിട്ട് തോന്നിയത് ഇംഗ്ലീഷും GK ഒക്കെയാണ്. അപ്പം അതും ഞാൻ ഓക്കെ ആയിട്ട് പോയി. പക്ഷേ ഈ എക്സാം അറ്റൻഡ് ചെയ്യുമ്പം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് അവിടെ ഒരു കാര്യമാണ്. അതായത് ടൈം എങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ അലോക്കേറ്റ് ചെയ്യണം എന്നുള്ളത്, അതാണ് എൻ്റെ തേർഡ് അറ്റംപ്റ്റിൽ എനിക്ക് പാളിപ്പോയത്. അപ്പം തേർഡ് അറ്റംപ്റ്റ് പോയി എന്ന് കണ്ടപ്പോൾ ഞാൻ നേരെ സാറെ പോയി കണ്ടു, സന്ദേശ് സാറെ കണ്ടു. ബാക്കി ഓൾറെഡി അച്ചീവ് ആയ ആൾക്കാരോട് സംസാരിച്ച്. അപ്പം അവരെ ഓരോരുത്തർ പറഞ്ഞതിൽ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഓരോരുത്തരും അറ്റൻഡ് ചെയ്യുന്ന രീതികൾ വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു കഴിവനുസരിച്ച് വേണം ഇതിനെ അപ്രോച്ച് ചെയ്യാൻ. അതായത് മൊത്തത്തിൽ പഠിക്കുക എന്നുള്ള രീതി മാറ്റിയിട്ട് ഞാൻ എവിടെയാണോ സ്ട്രോങ് അത് ഡെവലപ്പ് ചെയ്യണം. അതിൻ്റെ കൂടെ വീക്ക് ഏരിയാസും കൂടി ഒന്ന് ഇമ്പ്രൂവ് ആയി അതിനുള്ളൊരു സ്ട്രാറ്റജി എനിക്ക് ശരിക്കും ടീംമേറ്റ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ ടയർ 1 മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരാളായിരുന്നു. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ടയർ 1 മോക്കടിക്കും. ടയർ 1 നല്ല സ്കോർ ഉണ്ടാവും. ടയർ 1 എക്സാം കഴിഞ്ഞിട്ടൊരു 2 മാസത്തെ ഗ്യാപ്പിലാണ് ടയർ 2 പ്രിപ്പയർ കൊടുക്കുന്നത്. അത് എൻ്റെ ഒരു വലിയ മിസ്റ്റേക്ക് ആയിരുന്നു. അത് സന്ദേശ് സാറ് ഞാൻ ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോൾ തന്നെ സാറ് പറഞ്ഞു, നിനക്ക് ടയർ 1 സ്കോർ കുഴപ്പമില്ല, ക്വാളിഫൈ ചെയ്യാനുള്ള സ്കോർ നിനക്ക് എല്ലാവർക്കും കൺസിസ്റ്റൻ്റ് ആയ സ്കോർ ഉണ്ട്. അപ്പോൾ ടയർ 1 നീ ഇനി നോക്കണ്ടെന്ന് പറഞ്ഞു. അതായത് ലാസ്റ്റ് ഇയറിൽ ഞാൻ ടയർ 1 മോക്ക് മരിക എടുത്തിട്ടില്ല. ഞാൻ ടയർ 1 പ്രിപ്പയർ ചെയ്തില്ല. ടയർ 1 സാറ് പറഞ്ഞു നീ നോക്കണ്ട, ടയർ 1 സ്കോർ നിനക്കുണ്ട്, നീ ടയർ 2 മോക്സ് ഡെയിലി നോക്കാൻ മാത്രം എടുത്താൽ മതി. ടയർ 2 വേണ്ടിയിട്ടുള്ള പ്രിപ്പയർ ചെയ്യുക. ടയർ 1 പോയി എഴുതി. സാറ് പറഞ്ഞ നേരത്തെ തന്നെ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിന്നെ എനിക്ക് ഒരു ചേഞ്ച് തോന്നിയത് എന്താ വെച്ചാൽ ടയർ 2 ഒരു ടെൻഷനാണ്. അതായത് എല്ലാ എക്സാംസിനും ഫൈനൽ എക്സാം അല്ലേ, ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ എക്സാമുകൾ കയറുമ്പോൾ ഒരു പ്രഷർ വരാനുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു ഫീലാണ്. പക്ഷേ അത് ഓവർകം ചെയ്യാതെ നമുക്കിതൊന്നും പറ്റില്ല. അതായത് നമ്മൾ സിമ്പിളായിട്ടുള്ള മിസ്റ്റേക്സ് വരുത്തും. അത് നമ്മുടെ സ്കോറിനെ നല്ല രീതിയിൽ തന്നെ ബാധിക്കും. അതായത് ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ ഇവിടെ 3 മാർക്കാണ് മാറുക. 3 മാർക്ക് എന്ന് പറഞ്ഞാൽ റാങ്ക് തന്നെ 1000-2000 റേഞ്ചിലൊക്കെ ചേഞ്ച് വരും. അപ്പം അതായിരുന്നു വേറൊരു മിസ്റ്റേക്ക്. അത് ഇവിടെ വന്ന് ഓഫ്ലൈൻ മോക്കുകൾ അറ്റൻഡ് ചെയ്തപ്പം കുറേയൊക്കെ റെഡിയായി. അതായത് എക്സാം പ്രഷർ ഒന്ന് റിലീവായി തുടങ്ങി. അതെനിക്ക് മെയിൻ എക്സാമിന് ശരിക്ക് ബെനിഫിറ്റ് ആയിട്ടുണ്ട്. സോ ഒരു 3 വർഷത്തെ ചെയ്തു കൂട്ടിയ മിസ്റ്റേക്സ് ആണ് അനുഭവങ്ങൾ പാളിച്ചകളാണ്. പക്ഷേ ആ അനുഭവങ്ങളാണ് എന്നെ ഞാനാക്കിയതെന്ന് ഞാൻ പറയും. അങ്ങനെ തന്നെയാണല്ലോ. ക്യാരക്ടറിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ചില ഡിസിഷൻസ് നമ്മൾ എടുക്കുന്നത് ശരിയാവാം, തെറ്റാവാം. അന്നേരം നമ്മൾ ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ റിയാലിറ്റിയിൽ അതായിരിക്കില്ല അതിൻ്റെ ശരി. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം സന്ദേശ് സാറ്, ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും ഞാൻ എടുത്ത് പറയുന്നൊരു കാര്യമാണ്, സന്ദേശ് സാർ പറയുന്നൊരു കാര്യം, നമ്മൾ ഓരോ കുട്ടികളെയും അവർക്കനുസരിച്ച് നമ്മൾ മാറ്റി കൊടുക്കണം. അതായത് അവരുടെ ക്യാപ്പബിലിറ്റി അനുസരിച്ച് എന്താണോ അവർക്ക് നമ്മൾ കൊടുക്കേണ്ട വർക്ക് അത് കൊടുക്കുക. കാരണം ഇപ്പോൾ അതിലോട്ട് ടിയർ 1 ചെയ്യണ്ട, ടിയർ 2 ചെയ്താൽ മതി എന്ന് പറഞ്ഞ സാറിൻ്റെ കോൺഫിഡൻസ് ആണ്. അപ്പം അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് എന്നാണ് അതിൽ സീസൺ ഇപ്പം ഇൻകം ടാക്സ് ഓഫീസ് ഫ്രണ്ട് പോസ്റ്റിലേക്കാണ് സെലക്ട് ആയിരിക്കുന്നത്. സോ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. കാരണം ഇൻകം ടാക്സ് പോലത്തെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, അതും കേരളത്തിൽ ടോട്ടൽ 149 വേക്കൻസീസ്. ഓക്കെ, അതിലൊരാളാണ്. ഓക്കെ, സോ ഒരു 3 to 4 years ഒരു ജേണിയാണ്. അതിൽ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഫൈനലി ആ ഒരു ഡ്രീമിലേക്ക് എത്തി. ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ എന്ത് ഇമോഷനാണ് ഇപ്പോൾ കൂടുതൽ ഷെയർ ചെയ്യുന്നത്? റിസൾട്ട് കിട്ടിയ സമയത്തുള്ളൊരു ഫീലിംഗ് ഇപ്പം ആഫ്റ്റർ ഒരു 3 years? റിസൾട്ടിൻ്റെ മുന്നേ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ കുറേ ശ്രമിക്കുന്നുണ്ട്, റിസൾട്ടൊന്നും കാണില്ല. ഐ മീൻ ആദ്യത്തെ 2 വർഷം ശരിക്കും ഒരു റിസൾട്ട്സ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ വെറുതെ കുറേ അറ്റംപ്റ്റ് ചെയ്യുന്നു, എല്ലാവരും ചോദിക്കും എന്തായി. സ്ട്രക്ചേർഡ് അല്ല. അതെ, അല്ല സ്ട്രക്ചേർഡ് അല്ല എന്നല്ല, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ റിസൾട്ട് കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ നമ്മളോട് ചോദിക്കും എന്തായി ചെയ്യുന്നത്, എന്തായി, ഇതുവരെ ഒന്നും ആയില്ല എന്നൊക്കെ ചോദിക്കുമ്പം എനിക്ക് തന്നെ ഉള്ളിലൊരു തോന്നലുണ്ട് ഞാൻ ചെയ്യുന്നതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ അല്ലെങ്കിൽ ഇതല്ല ചെയ്യേണ്ടത്, മാറണം എന്നൊരു തോന്നൽ വരും. പക്ഷേ ഒരു 2.5 years കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തൊക്കെ ഒരു സംഭവം മാറ്റം വന്നിട്ടുണ്ട് എന്നൊരു തോന്നൽ വന്നു തുടങ്ങി.
പോസിറ്റീവ് നെഗറ്റീവ്? പോസിറ്റീവ് ആയിട്ട് സംഭവം എൻ്റെ കുറേ ടൈം ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ എന്തോ അതിനെ കൊണ്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ എനിക്ക് എന്തോ റിട്ടേൺസ് വരുന്നുണ്ട് എന്ന് എനിക്ക് തന്നെ ഒരു ചേഞ്ച് ഫീൽ ചെയ്തിട്ടുണ്ട്. ദെൻ ഫൈനലി ആ റിസൾട്ട് കിട്ടിയപ്പോൾ എനിക്ക് ശരിക്കും എന്താ പറയുക, പറയാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു. ലാസ്റ്റ് കിട്ടി. നമ്മൾ ഒരുപാട് ശ്രമിച്ചിട്ട് ഏത് കിട്ടുമെന്നറിയില്ല. ഞാൻ ഇത്തവണത്തെ ടയർ 2ൻ്റെ സ്കോർ കണ്ടപ്പോൾ ശരിക്ക് ഏത് പോസ്റ്റ് കിട്ടുമോ എന്നൊരു ഡൗട്ട് വരെ ഉണ്ടായിരുന്നു. ഇത്തവണത്തെ കമ്പ്യൂട്ടറിൻ്റെ കട്ട് ഓഫാണ് ശരിക്കും എന്നെ ഓഫീസ് സൂപ്രണ്ടിൽ എത്തിച്ചത്. ഒരുപാട് പേർക്ക് ഇത്തവണ നഷ്ടപ്പെട്ടതും അതുകൊണ്ടാണ്. ഞാൻ പ്രതീക്ഷിക്കാത്ത പോസ്റ്റാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ഒരിക്കലും ലെവൽ 6 പോസ്റ്റ് കയറുന്നത് പ്രതീക്ഷിച്ച ഒരാളെ അല്ല. പക്ഷേ അത് മാത്രമല്ല, ഞാനൊന്ന് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരുപാട് എക്സ്പ്രസ് ചെയ്യാത്ത ആളാണ്. ഇപ്പം നമ്മളിപ്പോൾ സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഒരുപാട് എക്സ്പ്രസ് ചെയ്യാത്ത, ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യാത്ത ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരോടും എങ്കിലും ആ റിസൾട്ട് വന്ന സമയത്ത് അത് സെലിബ്രേറ്റ് ചെയ്ത് എങ്ങനെയാണ്? ആ ഉള്ളിലുള്ള വേറൊരു ആൾ അതിലത് പുറത്ത് വന്നോ, അല്ലെങ്കിൽ ആഫ്റ്റർ റിസൾട്ട് വേറൊരാളായിട്ടാണോ അതിലിപ്പോൾ നിൽക്കുന്നത്? ഇവിടെ ആ റിസൾട്ട് അറിഞ്ഞത് എനിക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണോ. കാരണം ഞാൻ റിസൾട്ട് നോക്കിയില്ല. റിസൾട്ട് വന്നത് ഞാൻ അറിഞ്ഞിട്ട് തന്നെയല്ല. ഞാൻ ഒരു സ്ഥലത്തുനിന്ന് വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു കോൾ വന്നു. എൻ്റെ ഒരു ഫ്രണ്ട് മിസ്രിയ, അപ്പം ടാക്സ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാം. നമ്മുടെ ലാസ്റ്റ് ഇയർ അച്ചീവറാണ്. ലാസ്റ്റ് ഇയർ അവൾ എന്നെ വിളിച്ചു. നീ എവിടെയാണ് ഉള്ളതെന്ന് വെച്ച്. ഞാൻ വണ്ടിയിലാണ്. റിസൾട്ട് നോക്കിയോന്ന് വെച്ചു. ഇല്ല, എന്തായി എന്ന് വെച്ച്. റിസൾട്ട് ഒന്നും അറിഞ്ഞില്ലേന്ന് വെച്ച്. എന്നാൽ വീട്ടിൽ പോയിട്ട് നോക്കിയോന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പം അടുത്ത എൻ്റെ ഒരു ഫ്രണ്ട് വിളിക്കുന്നു. എന്തായി മോനെ, സന്തോഷമായില്ലേന്ന് വെച്ചിട്ട്. സന്തോഷമായില്ലേ? അന്നേരം നീ അറിഞ്ഞിട്ടില്ല? ഞാൻ എന്താ വന്നതെന്ന് പോലും അറിഞ്ഞിട്ടില്ല. എന്താ സംഭവം എന്ന് വെച്ച്. റിസൾട്ട് കണ്ടില്ലേന്ന് വെച്ച്. ഇല്ല കണ്ടില്ല. എന്നാ പോയി നോക്കിയോ. അല്ല എന്താ സംഭവം എന്ന് പറയുന്നില്ല. കട്ട് ചെയ്തു. അവർ എന്താ സംഭവം എന്ന് പറഞ്ഞില്ല. ദെൻ വീണ്ടും ഞാൻ വണ്ടി എടുത്ത് പോകുന്നു. വീട്ടിലെത്തുന്നതിന് മുമ്പ് അടുത്ത ആൾ വിളിക്കുന്നു. വേറൊരു ഫ്രണ്ട് വിളിക്കുന്നു. അവൻ ഇതേപോലെ പറഞ്ഞു. ഫോൺ ഇട്ടാക്കി. അല്ല, അവൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കാര്യം പറ, ഞാൻ വണ്ടിയുമല്ല, ഇപ്പം റിസൾട്ട് നോക്കാനാവില്ല, അതുകൊണ്ട് വേഗം പറയാന്ന്. അവൻ പറഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ഓഫീസ് സൂപ്പറിൻ്റെ. വെറുതെ കളിയാക്കല്ലേ, സ്കോർ അവിടെ എന്തോ ഞാൻ എന്തായാലും എത്തൂല, ഈ കാര്യം പറ, എന്താ ഉള്ളത് ചോദിച്ചു. അവൻ പറഞ്ഞു എന്നാ നീ പോയി നോക്കിയോന്ന് പറഞ്ഞു. അപ്പം ഞാൻ നേരെ വീട്ടിലെത്തുന്നു. വീട്ടിലേക്ക് എത്ര ദൂരം ഉണ്ടായിരുന്ന സമയത്ത്? ഏകദേശം ഒരു 20 മിനിറ്റ് പോകാണ്ട്. 20 മിനിറ്റ് പോകാണ്ട്. എങ്ങനെ എത്തി? പോയി അല്ലാതല്ല, പോയ വഴികളൊക്കെ ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ കുറവുണ്ട്. അന്നപ്പം ഒരു വെപ്രാളായി. കാരണം ഇൻ കേസ് റിസൾട്ട് അറിഞ്ഞ് പോകുന്നത് വെപ്രാളത്തിൽ വല്ലതും പറ്റി പോകുന്നുള്ള വേണ്ടിയിട്ടായിരുന്നു. പോയി വീട്ടിലെത്തി നോക്കി. അപ്പം ഇവർ പറഞ്ഞതുള്ളതാണ് കിട്ടി. അപ്പം ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ ആരോട് പറയണം എന്നുള്ള ഒരു വെപ്രാളം. അന്ന് ഇലക്ഷൻ്റെ തലേ ദിവസമാണ്. ഉമ്മക്ക് ഇലക്ഷൻ ഡ്യൂട്ടി ആയിട്ട് ഉമ്മ ബൂത്തിലാണുള്ളത്. വിളിച്ചാൽ കിട്ടില്ല. വാപ്പ നാട്ടിൽ കുറച്ച് പ്രവർത്തനമൊക്കെ ആയിട്ട് തിരക്കിലാണ്. അപ്പം ഞാൻ വാപ്പനെ വിളിച്ചാൽ ആദ്യം, നിങ്ങൾ വീട്ടിലേക്ക് ഇപ്പം വരും, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. വാപ്പ ബൈക്കിൽ വരികയാണ്. എന്നപ്പോൾ ഞാൻ ഉമ്മനെ വിളിച്ചു. ഉമ്മ ഫോൺ എടുക്കുന്നില്ല. വാപ്പ വീട്ടിലേക്ക് കയറുന്നതും അപ്പം തന്നെ ഉമ്മ ഫോൺ എടുത്ത്. അപ്പോൾ ഞാൻ ഉമ്മ ഒരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ ഒന്ന് ഹോൾഡേക്ക് ഇപ്പോൾ വരുന്നുണ്ട് പറഞ്ഞു. എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ എന്നിട്ട് സ്പീക്കറിലിട്ട് പറഞ്ഞ് CGLൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്, എന്തായി എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് കുഴപ്പമില്ലാണ്ട് നല്ലൊരു പോസ്റ്റ് കിട്ടിയിരിക്കുന്നു. ഏത് പോസ്റ്റാണ് കിട്ടിയെന്ന് വെച്ച്. ഓഫീസ് സൂപ്പറുണ്ട്. അത് ഇനി വിചാരിച്ച് അതിനെ കിട്ടിക്കാന്ന് വെച്ചു. ഞാൻ വിചാരിച്ചതിലും കൂടുതൽ കിട്ടിക്കുന്നത്. അപ്പോൾ അപ്പൊക്ക് എന്തെന്നല്ലാത്ത സന്തോഷമായിരുന്നു. ഉമ്മയ്ക്കും അതുപോലെ. അനിയൻ സ്ഥലത്തില്ലായിരുന്നു, അനിയത്തിയായും വീട്ടിലുണ്ടായിരുന്നു. അപ്പം അവളോടും പറഞ്ഞ്. പറഞ്ഞ് അപ്പം ആയില്ലേ, ഇനിയിപ്പം എല്ലാവരോടും പറഞ്ഞുകൂടെന്ന് വെച്ച്. ഞാൻ പറഞ്ഞു തൽക്കാലം ഇപ്പം ആരോടും പറയണ്ട. അതായത് റിസൾട്ട് വന്നിട്ട് ഇനി പറയുന്നതിന് കുഴപ്പമുണ്ടോ? അല്ല, കൺഫേം ആയിക്കല്ലേ. അതായത് ഈ PSC എക്സാംസിൻ്റെ ഒക്കെ പോലെ എക്സാം റിസൾട്ട് അല്ലേ വന്നത്, പോസ്റ്റിംഗ് ആയില്ലല്ലോ. അപ്പം പോസ്റ്റിംഗ് വരെ കാത്തിക്കണമെന്ന് വെച്ച്. ഞാൻ പറഞ്ഞ് ഒന്ന് കാത്തു നിൽക്കി, എന്തായാലും കൺഫേം ആയിക്കോട്ടെ. സംഭവം എനിക്കറിയാം, റിസൾട്ട് വന്നാൽ പോസ്റ്റ് ഉറപ്പാണ്. പക്ഷേ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അന്നപ്പോൾ ആരോട് പറയണ്ടാന്ന് പറഞ്ഞു. ദെൻ ഫ്രണ്ട്സ്, എൻ്റെ കൂടെ പഠിക്കുന്നവരല്ലാതെ വേറെ ആരും അറിഞ്ഞിട്ടില്ല. ആകെ വാപ്പ, ഉമ്മ, എൻ്റെ ഈ എന്നെ വിളിച്ച ഫ്രണ്ട്സ് മാത്രം ഇത് അറിഞ്ഞിട്ടുള്ളൂ എനിക്ക് റിസൾട്ട് വന്നത്. ദെൻ ഇതെല്ലാവരും അറിയുന്നത് ഇവിടെ ടീമേഴ്സിലെ ജൂബിലി ഫംഗ്ഷൻ്റെ തലേ ദിവസം. അന്ന് എൻ്റെ ഫ്രണ്ട്സ് ആരോ ഈ ടെലഗ്രാമിൽ വന്ന ഒരു പോസ്റ്റ് ഉണ്ട് ഇവിടുത്തെ ടീമേഴ്സിൻ്റെ, അതെടുത്ത് സ്റ്റാറ്റസ് ആക്കി. ആ സ്റ്റാറ്റസ് ആക്കിയത് തമ്മിൽ ഷെയർ ചെയ്തിട്ട് എൻ്റെ റിലേറ്റീവ്സ് കുറച്ച് പേര് കണ്ടു.
പിന്നെ ആ റിലേറ്റീവ്സ് അത് ഫാമിലി ഗ്രൂപ്പ്സിലും ഇതിലൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെയാണല്ലോ ആരും അറിയുന്നത്. ഞാൻ സത്യത്തിൽ ആരോടും പറഞ്ഞിട്ടില്ല, വാപ്പനോട് പ്രത്യേകം പറഞ്ഞു ആരോടും പറയണ്ട. അതൊരു പിന്നെ അത് അറിഞ്ഞ ശേഷം ഫാമിലിന്നൊക്കെ ശരിക്കും ഇപ്പോൾ വല്ലാത്തൊരു ഞാൻ സന്തോഷം. ഈ കുട്ടികളോട് ഇപ്പം നമ്മൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികളോട് പറയാറുണ്ട്, നമ്മുടെ ജോലി കിട്ടി കഴിഞ്ഞാൽ നമ്മളെ സൊസൈറ്റി, ഫാമിലി എല്ലാവരും നമ്മളോടുള്ളൊരു അപ്രോച്ച് മാറും. ശരിയാണോ? അപ്രോച്ച് മാറുന്ന എല്ലാവരും ഒരു കൗതുകത്തോടെ നോക്കുന്ന പോലെ തോന്നും. ലൈക്ക് വാട്ട്? അത് എന്തെന്നറിയില്ല. നമ്മൾ ആദ്യം എല്ലാവരും സംസാരിക്കുമ്പോൾ ഒക്കെ ഇവൻ എന്തൊക്കെ കഴിവുള്ള ആളാണോ, ഒന്നും കിട്ടിയില്ലല്ലോ, ഐ മീൻ കാലിബർ ഉണ്ട്, സംതിങ് സിമ്പത്തി, ആ ഒരു സിമ്പത്തറ്റിക് ഫീലാണ് നമുക്ക് തോന്നുക. ഇപ്പം എന്തോ അച്ചീവ് ചെയ്തെന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മളോട് സംസാരിക്കും, നമുക്കൊരു റെസ്പെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്തോ ഒരു വിചാരിച്ച പോലെ അല്ല, ഒരു ഫീല് നമ്മളെ തെറ്റിദ്ധരിച്ചാണ് ഓനാള് ഉഷാറാണ്. ശരിക്കും ഒരു ഫംഗ്ഷനിലൊക്കെ പണ്ടൊക്കെ ഒരു ഫാമിലി ഫംഗ്ഷനിലോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് ഇതിനൊന്നും പോകാൻ ഭയങ്കര മടിയുള്ള ആളാണ് ഞാൻ. ആൾക്കാരും ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം പോകുമ്പോൾ പാരൻസിന് ശരിക്കും ഞാനൊരു ട്രോഫി കൊണ്ടുപോകുന്ന പോലെ, അല്ല ഇന്നെ ഒരു ട്രോഫി ആയിട്ടാണ് കൊണ്ടുപോകുന്നത്, ഇന്ന ആളാണ് കേട്ടോ ഇൻകം ടാക്സിൽ. അപ്പോൾ അവർക്കും ഭയങ്കര അഭിമാനമല്ലേ. എനിക്ക് ജോലി കിട്ടിയതിൽ എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ പാരൻസിന് അത് കൊടുക്കാൻ പറ്റിയത്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ റിസൾട്ട് കിട്ടി, നമ്മളെല്ലാവരും റിസൾട്ടിൻ്റെ ബാക്ക് സ്റ്റോറീസ് ഒക്കെ അന്വേഷിച്ച സമയത്ത് വളരെ സർപ്രൈസിങ് ആയിട്ട് നീ അല്ല അയച്ചെന്നത്, നിൻ്റെ ഫ്രണ്ടാണ് അശ്വിനാണ് അയച്ചെന്നത്. അപ്പോൾ അന്ന് അതിനെ ആ ക്ലാസ്സിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സാധനം പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പിക്ചർ. സത്യം, അതിലെ റൂം, സ്റ്റഡി റൂം. അപ്പോൾ അതിലിങ്ങനെ ഒരു ചുമര് മൊത്തം ഇങ്ങനെ. അതെ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ളൊരു സംഭവമാണത്. അത് ചെറുപ്പം തൊട്ടെന്ന് പറയാൻ പറ്റില്ല, ഞാനൊരു സ്കൂൾ ടൈം തന്നെ ശീലിച്ച രീതിയാണ്. പഠിക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും മെമ്മറൈസ് ചെയ്യണോ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും റെഫർ ചെയ്യണം തോന്നുന്ന സാധനങ്ങളൊക്കെ ഞാൻ പഠിക്കുന്ന ഏരിയയിൽ ഒട്ടിച്ചു വെക്കും. കാരണം ആ ഒരു സ്പേസ് എനിക്ക് എൻ്റെ സ്റ്റഡി ഏരിയ എന്നുള്ളൊരു ഫീല് വരാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഞാൻ എവിടെയാണോ പഠിക്കാനിരിക്കുന്നത് ആ ഒരു സ്പേസിന് അങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്യാറ്. അപ്പോൾ ഈ SSCക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയ സമയത്ത് ബ്ലാങ്ക് ആയിരുന്ന വോള് ഞാൻ പഠിച്ച് തുടങ്ങിയപ്പോൾ തൊട്ട്, അതായത് ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ ഞാൻ എഴുതിയ ഇക്വേഷൻ തൊട്ട് ഇതുവരെ ഞാൻ എഴുതിയ എല്ലാ സാധനങ്ങളും ചുമരിലുണ്ട്. അതായത് ജേർണി സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ ഞാൻ പഠിച്ച എല്ലാ സാധനത്തിലും ഞാൻ എന്തൊക്കെ നോട്ട് ചെയ്തോ അതൊക്കെ ആ വാളിലുണ്ട്. അതാണ് അന്ന് ഞാൻ ക്ലാസ്സിലേക്ക് കയറുമ്പോൾ സാറ് സ്ക്രീനിലെടുത്തിട്ടത്. അത് എൻ്റെ ഫ്രണ്ട് അശ്വിൻ അന്ന് അവൻ തമാശയായിട്ട് സന്ദേശ് സാറിന് അയച്ചു കൊടുത്തതാണ്. കണ്ടപ്പോൾ ഒരു വല്ലാത്ത തമാശയായിട്ട് തോന്നി. തമാശ എന്നല്ല, അതെൻ്റെ ഒരു മെമ്മറിയാണ്. അത് റിമൂവ് ചെയ്തോ? ഇല്ല, ഇപ്പോഴും ഉണ്ട്. റിമൂവ് ചെയ്യണം എന്ന് തോന്നിയിട്ടില്ല, അതുകൊണ്ട് അവിടെ തന്നെ വെച്ചു. ഒരു മെമ്മറി ആയിട്ട് അങ്ങനെ നിന്നോട്ടല്ലേ? അതെ. ഓക്കെ, കുറച്ച് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് ആയാലോ? അല്ലേ. ടീ ഓർ കോഫി? ടീ. കോൾ ഓർ ടെക്സ്റ്റ്? ടെക്സ്റ്റ്. സേവിങ്സ് ഓർ സ്പെൻഡിങ്? സേവിങ്സ്. ഫെയിം ഓർ പീസ്? പീസ്. ലോജിക് ഓർ ഇമോഷൻ? ലോജിക്. റിസ്ക് ഓർ കംഫർട്ട്? കംഫർട്ട്. ഒപ്റ്റിമിസ്റ്റ് ഓർ റിയലിസ്റ്റ്? റിയലിസ്റ്റ്. നെറ്റ്ഫ്ലിക്സ് ഓർ യൂട്യൂബ്? യൂട്യൂബ്. ബുക്സ് ഓർ മൂവീസ്? ബുക്സ്. സ്ലീപ്പ് ഓർ ഫുഡ്? സ്ലീപ്പ്. വൈ നോട്ട് ഫുഡ്? Sleep more relaxing. Okay. What's one question you were hoping I wouldn't ask today? ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞില്ലേ. എന്നാലും ഞാൻ ചോദിക്കരുത് എന്ന് നീ ഒരു സാധനം ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ? അതെന്തായിരിക്കും? പേഴ്സണലായിട്ടല്ല ചോദിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷേ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എന്തിന് SSCയിലേക്ക് വന്നു എന്ന് ചോദ്യം പ്രതീക്ഷിച്ചില്ല. വേണ്ടെന്ന് ചോദിച്ചിട്ടില്ല, ആരും ചോദിക്കാറില്ല. കാരണം SSCയിൽ നല്ലൊരു പോസ്റ്റ് കിട്ടി, അപ്പം എഞ്ചിനീയറിംഗ് ഒഴിവാക്കി എന്ന് ആരും ചോദിക്കാറില്ല. സപ്പോസ് ഞാൻ അത്ര വലിയൊരു പോസ്റ്റിലല്ലായിരുന്നെങ്കിൽ അവർ എല്ലാവരും പറയും നിനക്ക് ഇതിലും നല്ലൊന്നും കിട്ടായിരുന്നു എന്ന്. അതേ ടൈമിൽ ചോദിച്ചിട്ടുണ്ട് ഞാൻ കോച്ചിങ്ങിന് പോകുന്ന ടൈമിലൊക്കെ. ഓക്കെ, ബി ഹോണസ്റ്റ്, ആർ യു ആക്ച്വലി സൈലന്റ് ഓർ ജസ്റ്റ് ഇഗ്നോറിങ് എവ്രി വൺ? ഇല്ല, സൈലന്റ് തന്നെ. ഇഗ്നോർ ചെയ്യുന്നതല്ല, പറയാനുള്ള മടിയുണ്ടാ. വാട്ട്സ് വൺ തിങ് പീപ്പിൾ തിങ്ക് അബൌട്ട് യു ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫാൾസ്? പാവാണെന്ന് വിചാരിക്കുന്നുണ്ട്. നീ പാവല്ലേ? അല്ല, പൊതുവേ പാവാണ്. അതായത് ആള് സൈലന്റ് ആണ്, ഭയങ്കര നല്ല കുട്ടിയാണ്. അതായത് എങ്ങനെ ഇപ്പോൾ പറയാ, ഐ മീൻ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്, സൈലന്റ് ആണ്. ഞാൻ പൊതുവേ അങ്ങനെയാണ്, പക്ഷേ എനിക്ക് എൻ്റെ ഉള്ളിൽ തന്നെ ആഗ്രഹമുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ. അത് ചെയ്യാറില്ല മറ്റുള്ളവരുടെ മുന്നിൽ. ഐ മീൻ ഞാൻ അധികം എക്സ്പ്രസീവ് അല്ല. ഞാൻ എൻ്റെ തന്നെ ഒരു കംഫർട്ട് സോണിൽ നിൽക്കാൻ താല്പര്യമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർക്ക് എന്നെ ശരിക്കും അറിയില്ല.
എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. ഓക്കെ, ഇഫ് വി ചെക്ക് യുവർ സെർച്ച് ഹിസ്റ്ററി, വാട്ട് വുഡ് സർപ്രൈസ് അസ് മോസ്റ്റ്? ഗാഡ്ജറ്റ്സിനെ പറ്റി കണ്ടമാനം ഞാൻ സെർച്ച് ചെയ്യാറുണ്ട്. ഗാഡ്ജറ്റ്സ്. ഐ മീൻ ഗാഡ്ജറ്റ്സ് എന്നല്ല, ഞാൻ എല്ലാ സാധനത്തിനും കയറി സെർച്ച് ചെയ്യും. അപ്പോൾ സിമ്പിളായിട്ട് ചോദിക്കുകയാണെങ്കിൽ നെറ്റ്ഫ്ലിക്സിന് യൂട്യൂബിൻ്റെ മേലുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വരെ ഞാൻ ഇതിന് സെർച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാം ഗൂഗിളിനോട് ചോദിക്കുന്ന ഒരു ടൈപ്പാണ്. അതുകൊണ്ട് ബേസിക്കലി എല്ലാ സാധനത്തിൻ്റെയും ഡൗട്ട് ചോദിക്കുന്ന ഒരാളാണ്. ഗൂഗിളോട് ChatGPT? ഗൂഗിളിനോട്. ഗൂഗിൾ ജെമിനിയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ChatGPT ഉണ്ട്, പക്ഷേ ഇതിൻ്റെ മുന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഫ്രണ്ട്സ് ആരോ ഒരാളൊരു പ്രോംപ്റ്റ് തന്നു, ജെമിനി ഓർ ChatGPTക്ക് കൊടുത്തിട്ട് അതിൻ്റെ റിപ്ലൈ എന്താണെന്ന് നോക്കാൻ പറഞ്ഞു. അതായത് ഞാൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വെച്ചിട്ട് അവർ റോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കമൻറ്റ് വരാൻ. അപ്പം അങ്ങനെ വന്ന സാധനമായി, നിങ്ങൾ ഒരു മനുഷ്യനല്ല, പണി തരുന്നൊരു മെഷീനാണ്, സ്ഥിരമായിട്ട് അനലൈസ് ചെയ്യൂ, എഡിറ്റ് ചെയ്യൂ, അങ്ങനെ വർക്ക് തരുന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ടൊരു ആൻസറാണ് വന്നത്. അപ്പോൾ അത്യാവശ്യം സത്യം, എല്ലാവർക്കും ഒട്ട് പണി കൊടുക്കുന്ന പോലെയാണ് ഗൂഗിളിൻ്റെ ജെമിനിക്ക്. ഗൂഗിളിന് മനസ്സിലായില്ലേ? ഓക്കെ, അതിൽ വാട്ട് ഈസ് യുവർ ഹാപ്പിനെസ്? പീസായി എൻ്റെ ഒരു കംഫർട്ടബിൾ ഏരിയയിൽ നിൽക്കുക. ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ഐ മീൻ പുറത്തേക്ക് പോകുന്നല്ല, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ റിലേറ്റീവ്സ്, അവരുടെ കൂടെ ഇൻട്രാക്ട് ചെയ്യുക കംഫർട്ട് സോണിൽ തന്നെ. ഐ മീൻ പുറത്തേക്ക് ഒരു അഡ്വഞ്ചർ. ഈ പഠിക്കുന്ന സമയത്ത് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ലേ? ഫ്രണ്ട്സ്, ഫാമിലി? ആക്ച്വലി ഫ്രണ്ട്സ്, ഫാമിലിയുടെ കൂടെ ഇൻട്രാക്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ പഠിക്കുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ അവോയ്ഡ് ചെയ്യേണ്ടി വന്നത് ഫ്രണ്ട്സിനെയും ഫാമിലിനെയാണ്. അവരത് മനസ്സിലാക്കിയിരുന്നോ? അടുത്തുള്ളവരെല്ലാവർക്കും അറിയാം ഞാൻ അതുകൊണ്ടാണ് മാറി നിൽക്കുന്നതെന്ന്. പക്ഷേ എനിക്കൊരു സങ്കടം തോന്നിയിട്ടുണ്ട്. ഫ്രണ്ട്സ് ഓക്കെ, അറിയുന്നവർ എന്ന് പറയുന്നവരാണല്ലോ. ഓക്കെ, അതിൽ ക്യാൻ യു ഡിഫൈൻ വാട്ട് ഈസ് സക്സസ്? സക്സസ് എൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് ആണ്. അതായത് നമുക്ക് വേണ്ടതെന്തോ അതെപ്പോൾ അച്ചീവ് ചെയ്യുന്നോ, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുമ്പോൾ വി ആർ സക്സസ്ഫുൾ. സക്സസ്. യാ, ഗുഡ്. ക്യാൻ വി ഗെറ്റ് വൺ സ്മൈൽ ബിഫോർ ദിസ് പോഡ്കാസ്റ്റ് എൻഡ്സ്? ചിരിച്ചുകൊണ്ടിരിക്കല്ലേ? ഈ ക്വസ്റ്റ്യൻ വേണ്ടായിരുന്നല്ലേ? കാരണം അതിലിരുന്ന് സത്യം പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്തത് തിരിച്ചിരിക്കാണ്ട് ഇങ്ങനെ ഫുൾ ഇങ്ങനെ സീരിയസ് ആയിട്ട് പറയുന്നതാണ്. പക്ഷേ പോഡ്കാസ്റ്റിനുടനീളം ചിരിയാണ്. ഓക്കെ, ഹൂസ് യുവർ ഫേവറേറ്റ് ടീംമേറ്റ്സ് ആൻഡ് വൈ? ഒരാളെ പറയാൻ ബുദ്ധിമുട്ടാണ്, കാരണം എല്ലാവരും ഫേവറേറ്റാണ്. ഓരോരുത്തരും ടീംമേറ്റ്സിൽ വന്നപ്പം തന്ന മെമ്മറീസൊക്കെ യുണീക്കാണ്. ഐ മീൻ ആദ്യമായിട്ട് അവിടെ ചെല്ലുമ്പം സീറ്റ് വന്ന ആൾ തൊട്ടിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ ലൈബ്രറിയിലെ ചേച്ചിയാണ്. സംഭവം എനിക്ക് ചേച്ചിയെ പരിചയം പോലും ഇല്ല. ചേച്ചി ഇന്നെ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടു. I would like to mention വിജിതേച്ചി. വിജിതേച്ചി ഒരു എന്താ പറയുക, എൽഡർ സിസ്റ്ററിൻ്റെ പോലുള്ളൊരു ക്യാരക്ടറാണ്. ഞാൻ അങ്ങോട്ട് പോയി പരിചയപ്പെട്ടതല്ല, എന്നെ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. ഞാൻ അവിടെ ഇരുന്ന് ഒരു തവണ ഫോണിലെന്തോ ചെക്ക് ചെയ്യുമ്പം യൂട്യൂബിൽ റീല് വന്നു. പിന്നെ വെറുതെ യൂട്യൂബ് റീൽ സ്ക്രോൾ ചെയ്ത് പോയി. ഞാൻ സാറിന് അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ചേച്ചി പിറകിൽ വന്നിട്ട് ഇവിടുന്ന് യൂട്യൂബ് കണ്ടുത്തിരിക്കുകയാണോ എന്ന് ചോദിച്ചു. ഞാൻ ആരാണ് എന്താ പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ എന്നെ ഒരാൾ അവിടെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് എന്നറിയുന്നത്. പിന്നെ ബാക്കി ഫ്രണ്ട്സ്, ഞാൻ പോലും അങ്ങോട്ട് പോയി പരിചയപ്പെട്ട കുറേ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഗുഡ്. വിച്ച് ഫാക്കൽറ്റി മെമ്പർ ഹാഡ് ദ ബിഗ്ഗസ്റ്റ് ഇമ്പാക്റ്റ് ഓൺ യുവർ ജേർണി? സന്ദേശ് സാറ് പറയും. ഡെഫിനറ്റ്ലി. യാ, സാറ് എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ ഈ SSC ജേർണിയിൽ പല സ്ഥലങ്ങളിലും ചേഞ്ച് വരുത്താൻ മെയിനായിട്ടുള്ള സ്ട്രൈക്കിംഗ് ചേഞ്ചസ് വരുത്തിയത് സാറാണ്. അതുകൊണ്ട് സാർ തന്നെ പറയും. ഓക്കെ, വാട്ട്സ് യുവർ ഫേവറേറ്റ് മെമ്മറി ഫ്രം ടീംമേറ്റ്സ് അക്കാദമി? ഇപ്പോൾ ഒന്നും അങ്ങനെ സ്പെസിഫിക് ആയിട്ട് വരുന്നില്ല. പക്ഷേ ലാസ്റ്റ് ടൈം ഞാൻ സാറിനെ മീറ്റ് ചെയ്ത് ഓർമ്മയുണ്ടോ? ഐ മീൻ ബാച്ച് ഓപ്പണിങ്ങിന് സാറ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞത്, അതായത് ബാച്ച് പുതിയ കുട്ടികളെ ഇടയിലേക്ക് വന്നിട്ട് അന്ന് അവിടെ കയറി ചെന്നപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഞാൻ അതേ ക്ലാസ്സിലായിരുന്നു ഞാൻ ഫസ്റ്റ് അവിടെ ജോയിൻ ചെയ്തപ്പോൾ ഇരുന്നത്. സെയിം ക്ലാസ് റൂമിലായിരുന്നു. അന്ന് അവിടെ പോയ അതേ ഒരു ഫീലായിരുന്നു എനിക്ക് അവിടെ കയറിയപ്പോൾ. പക്ഷേ ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്നു. ഫസ്റ്റ് ടൈം ഞാൻ സ്റ്റുഡൻ്റ് ആയിട്ടിരുന്ന അതേ ക്ലാസ്സിൽ സാറ് വിളിച്ചു പോയി അവരോട് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഒരു വല്ലാത്തൊരു സുഖമായിരുന്നു. അന്ന് അതിൽ പറഞ്ഞില്ല. ഇല്ല, അത് അന്നപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് പിന്നെ സാറ് പറഞ്ഞല്ലോ ആൾക്കാരുടെ ഇടയിൽ കയറി സംസാരിക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ്. പരിചയമായി കഴിഞ്ഞാൽ എല്ലാവരും പറയലുണ്ട് ഇങ്ങനെ വായ അടയ്ക്കുന്ന നല്ലതെന്ന്.
പക്ഷേ പരിചയമില്ലാത്തവരോട് തീരെ മിണ്ടാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ മുമ്പിൽ പോയിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പേടിയുള്ളതുകൊണ്ടും അന്നപ്പോൾ എനിക്ക് ആ ഒരു ഇത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ അവരെല്ലാവരും ഒരു കൗതുകത്തോടെ നോക്കുമ്പോൾ ഇവിടെ ഇരുന്ന് ഞാൻ ഇവിടെ വന്ന് സംസാരിക്കാൻ എത്തിയല്ലോ എന്നുള്ളൊരു സന്തോഷം, ആ ഒരു മൊമെൻ്റ് എനിക്ക് ടീംമേറ്റ്സ് അന്ന് സ്പെഷ്യലായിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. എക്സാക്ട്ലി. വാട്ട്സ് വൺ തിങ് ദാറ്റ് മേക്സ് ടീംമേറ്റ്സ് അക്കാദമി ഡിഫറെൻറ്റ് ഫ്രം യുവർ പോയിന്റ് ഓഫ് വ്യൂ? സ്റ്റുഡൻസിന് അറ്റൻഷൻ കൊടുക്കുന്നതിൽ ടീംമേറ്റ്സ് വളരെ ഡിഫറെൻ്റ് ആണ്. ഐ മീൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അവർ മെറ്റീരിയൽ പഠിപ്പിക്കുന്നു, എക്സാംസ് നടത്തുന്നു, റിസൾട്ട് പബ്ലിഷ് ചെയ്യുക, കുട്ടികൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ അത് നോക്കുക എന്നല്ലാതെ ഇൻഡിവിജ്വലി ബാക്കൗട്ട് നിൽക്കുന്ന കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഓരോരുത്തർ എവിടേക്കാണ് ലാക്ക് ചെയ്യുന്നതെന്ന് കറക്റ്റ് സപ്പോർട്ട് കൊടുക്കുന്നതിൽ ടീംമേറ്റ്സ് യുണീക്കാണ്. അങ്ങനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല. അപ്പം അതാണ് ഞാൻ കണ്ടതിൽ വെച്ച് ടീംമേറ്റ്സിന് യുണീക്കാക്കി കാണിക്കാൻ പറ്റുന്നത്. പിന്നെ ഇവർ അഡ്വാൻസ്ഡ് മെത്തേഡ്സ് ഓരോന്നോരോന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഐ മീൻ ഓരോ രീതികൾ, അതായത് ആദ്യം ഞാൻ വന്നപ്പോഴുള്ള മെത്തേഡല്ല ഇപ്പം യൂസ് ചെയ്യുന്നത്. ഡെയിലി അപ് ടു ഡേറ്റ് ആയിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. എന്താണോ എക്കഡമിക്സിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അധികം ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നും അവരുടെ എന്താ പറയുക പഴയ മെത്തേഡിൽ നിന്ന് അങ്ങോട്ട് മാറില്ല. അതെ, സ്റ്റിൽ അഡ്വാൻസ്ഡ് ആണ്, അഡാപ്റ്റീവ് ആയിട്ട് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, വാട്ട്സ് വൺ തിങ് ദാറ്റ് എവറി ന്യൂ സ്റ്റുഡൻറ്റ് ഷുഡ് എക്സ്പീരിയൻസ് അറ്റ് ടീംമേറ്റ്സ് അക്കാദമി? ടീംമേറ്റ്സിൽ വരുന്ന തന്നെ വലിയ എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷേ നമുക്ക് ലൈഫിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. പക്ഷേ ടീംമേറ്റ്സിൽ നിന്ന് കിട്ടുന്ന ഫ്രണ്ട്സ് എന്ന് പറയുന്നത് യുണീക്കായിരിക്കും. ഓരോരുത്തർ പല ഫീൽഡിൽ നിന്ന് വന്നവരാണെങ്കിൽ കൂടി നമ്മളെല്ലാവരും ഒരേ യാത്രക്കാരാണ്. നമ്മളെ എല്ലാവരും ചേർത്ത് ഒറ്റ കാര്യം. അതെ, ഒരേ ജേണിയാണ്. ആ ജേണിയിൽ നമുക്ക് എല്ലാവരുടെ അടുത്തുനിന്നും കിട്ടാൻ പോകുന്ന എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ മാത്രമായിരിക്കില്ല, നമ്മുടെ കൂടെ ഉള്ളവരുടെയും കൂടി എക്സ്പീരിയൻസ് അവിടെ നിന്ന് കിട്ടും. തീർച്ചയായിട്ടും ഒരു ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് കിട്ടില്ല അതൊരിക്കലും. അതെനിക്കുണ്ട്. ഓക്കെ, വാട്ട്സ് വൺ ലെസൺ ഫ്രം ടീംമേറ്റ്സ് ദാറ്റ് ഗോസ് ബിയോണ്ട് എക്സാംസ് ആൻഡ് കരിയേഴ്സ്? ഫ്രണ്ട്ഷിപ്പാണ്. ഫ്രണ്ട്ഷിപ്പ്. എൻ്റെ കൂടെ പഠിച്ചൊരു ഫ്രണ്ട് ഉണ്ട്. അവൻ എൻ്റെ കൂടെ ടീംമേറ്റ്സിലുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് എൻജിനീയറിങ് കഴിഞ്ഞത്. പക്ഷേ 4 വർഷം എൻജിനീയറിങ്ങിൽ ഞങ്ങൾ അടുത്തതിലും കൂടുതൽ ഇവിടെ ടീംമേറ്റ്സിൽ വന്നിട്ടാണ് ഞങ്ങൾ കമ്പനി ആയത്. ഓക്കെ, വാട്ട് വുഡ് യു മിസ് ദ മോസ്റ്റ് ആഫ്റ്റർ ലീവിങ് ടീംമേറ്റ്സ്? ഇവിടെ വന്ന് മോക്കടിക്കുന്നത് മിസ് ചെയ്യും. ലൈബ്രറിയിൽ വന്ന് ടെൻഷൻ ഒഴിവാക്കി കിട്ടുമല്ലേ? ടെൻഷൻ ഒഴിവാക്കി കിട്ടുകയാണ്. പക്ഷേ ആ പഠിക്കുന്ന സമയം അതൊരു ഫീലിംഗ് വേറെ തന്നെയാണ്. നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ വരുമ്പോൾ ഒരാൾക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ പഠിക്കണമല്ലോ, സ്കൂൾ കഴിഞ്ഞു, കോളേജ് കഴിഞ്ഞു, ഇനിയും പഠിക്കല്ലേ, ആ ഒരു മൈൻഡായിരിക്കും. പക്ഷേ പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു റൊട്ടീനായി മാറും. അത് നമുക്കൊരു അഡിക്റ്റീവാണ്. അതായത് പറഞ്ഞാൽ നമുക്ക് നമ്മളൊക്കെ ലൈഫിൽ പിടിച്ചിരുന്ന റെസ്പോൺസിബിലിറ്റീസ് ആണ് ആൻഡ് ഇതുപോലെ ലക്ഷ്യങ്ങളാണ്. അപ്പോൾ ആ ഒരു ലക്ഷ്യം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാലും അതങ്ങോട്ട് പുതിയ ലക്ഷ്യങ്ങൾ വേണ്ടേ? ലക്ഷ്യങ്ങൾ വേണം, ഇല്ല എന്നല്ല, ലക്ഷ്യങ്ങളുണ്ട്. ഇനിയും നല്ല പോസ്റ്റിൽ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ദെൻ ലൈഫിൽ വേറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ എങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റ്സ് യുണീക്കായിരുന്നു. അത് വല്ലാണ്ട് മിസ് ചെയ്യും. We will miss you too. Okay. Finally, as usual, എന്താണ് ഇത് കാണുന്ന ആസ്പിരൻസിനോട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് പറയാനുള്ള? അതിൽ നമുക്ക് ലൈഫിൽ ഒരുപാട് അഡ്വേഴ്സിറ്റീസ് ഫേസ് ചെയ്യാൻ ഉണ്ട്, ഇനിയും വരാനുണ്ട്. പക്ഷേ നമ്മളിപ്പം കടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഏറ്റവും മെമ്മറബിൾ ആക്കാൻ ശ്രമിക്കുക. ഐ മീൻ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഉള്ള ഒരു എന്താ പറയുക ക്യാരക്ടറോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആയിരിക്കില്ല നിങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ. നിങ്ങളെ തന്നെ മൊത്തത്തിൽ മാറ്റും, ഉറപ്പാണ്. അതെനിക്ക് എൻ്റെ ഈ ഒരു ജേണിയിൽ മനസ്സിലായതാണ്. ഞാനിവിടെ കയറി വരുമ്പോൾ ഉള്ള ആളല്ല ഇവിടെ നിന്ന് പുറത്ത് പോകുമ്പോൾ. സോ നിങ്ങൾ തന്നെ പുതിയതായി മാറാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരിക.